ട്രാൻസ്പ്ലാന്റിനിടെ അണുബാധ, ഡോക്ടർ ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. കൊച്ചിയിലെ പനമ്പള്ളി നഗറിലാണ് സംഭവം. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ഗൾഫ് കയറ്റി അതുപോലുള്ള കാര്യങ്ങൾക്ക് മുടിയൊക്കെ ഇല്ലാത്തത് കാരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരുപാട് ക്ലിനിക്കുകൾ ഇങ്ങനെയുണ്ട്. അവരൊക്കെ ലൈസൻസ് ഉള്ളവരാണോ, യഥാർത്ഥ ഡോക്ടർമാരാണോ, പണി അറിയാവുന്നവരാണോ, അത് നമ്മൾ അന്വേഷിക്കാറില്ല. അതിൻ്റെ ഒരു കുഴപ്പമാണിത്. അങ്ങനെ അന്വേഷിക്കാതെ പോയി ചെന്ന് തല വെച്ച് കൊടുത്ത് നമ്മൾ അണുബാധ മേടിച്ച് വയ്ക്കുന്നു. അത് മിക്ക കാര്യങ്ങളും അതെ. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ് സംഘങ്ങൾ ഇങ്ങനെയുണ്ട്. 10 പോലും പാസ്സാവാത്ത ചില എഴുതാൻ പോലും അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഡോക്ടറുടെ വേഷം കെട്ടിയിരിക്കുന്നത്. പോയതോ അയാൾക്ക് നല്ല വേദന ഉണ്ടെന്ന് ഒരുപാടൊന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചൊക്കെ ആയിരിക്കും ഒരു സ്ഥലത്തിട്ട് സർജറി എന്ന് പറഞ്ഞ് കുറേ എണ്ണങ്ങളുണ്ട്. സർജറി ചെയ്യണം, അല്ലെങ്കിൽ മേക്കപ്പ് കൂട്ടാനും ഒരു സൗന്ദര്യം കൂട്ടാനും ഒക്കെ ഒരുപാട് ക്ലിനിക്കുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അവരൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊന്നും നമുക്കറിയില്ല. അവസാനം പെട്ടുപോയി കിടന്നിട്ട് കരഞ്ഞിട്ട് പിന്നെ യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലൈസൻസുകൾ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കുകയും ഒരു പരിശോധന അത്യാവശ്യം തന്നെയാണ്. അത് ഡോക്ടർ വളരെയധികം സൂക്ഷിക്കുക. അത്രയേ ഇപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.